ഹലോ അസ്സലാമു അലൈക്കും. കോഴിക്കോടിനാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എത്തിപ്പെട്ടത് ഇപ്പോൾ എവിടെ വെച്ചാൽ ഊട്ടിയിലാണ്. 126ാമത്തെ പുഷ്പമേള കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫുള്ള് വീഡിയോസ് ഇതിൽ വരും. അപ്പോൾ എല്ലാവരും കാണുന്നത്, എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ ചെറിയ പരിപാടി ചെയ്താൽ ചെറിയ ഷോർട്ടായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ 126ാമത്തെ കൊല്ലാമത്തെ പുഷ്പമേള നമ്മളെല്ലാവരും കാണുന്നത്. എല്ലാ കൊല്ലം പോലുണ്ട്. പക്ഷെ ഞാൻ ഒരു 5 or 6ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഞാൻ തന്നെ ഇവിടെ ഊട്ടിയിൽ വരുന്നത്. പക്ഷേ പുഷ്പമേള വരെ നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എങ്ങനെയും ഒന്ന് വന്നുകൊണ്ട് കണ്ടുപോകും. അത്രയും പൂക്കളെ ഒരു ലോകം തന്നെ ഉണ്ട്. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ തന്നെ ബേക്കിൽ ഞാൻ കാണിച്ചത്. ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ യാത്ര നമ്മൾ ഊട്ടിക്കാട്ടില്ലേ ഫ്ലവർ ഷോ കാണാൻ പോവാം. സമയം 4:30 പോകണമെന്ന് പറഞ്ഞു. 4:45 ഏകദേശം. അതൊക്കെ കഴിഞ്ഞാൽ പോരും ചെയ്യുക. പുതിയ കൊല്ലം കണ്ടപ്പോൾ പുതിയ കൊല്ലം അവിടെ എല്ലാ കൊല്ലം പണി കഴിപ്പിച്ചതാണ്. സംഭവം നല്ല വൃത്തിയുണ്ട്. എന്താ വെച്ചാൽ ഇവിടുന്ന് വൈക്കാടൊന്ന് കഴിഞ്ഞ് പോയാൽ പിന്നെ എന്താ പറയുക, നമുക്ക് ഇവിടുന്ന് മുതലിന്ന് കുപ്പിയും കൊണ്ടാക്കാൻ പറ്റില്ല, ഒന്നും കൊണ്ടാകാൻ പറ്റില്ല. 5 ലിറ്ററിൻ്റെ ക്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അതെന്താ പറയുക, മൂത്രയ്ക്കലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചായയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയാൽ ബാക്കിൽ നമുക്ക് അവിടുന്ന് നോക്കാം. നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. സത്യം പറയല്ലോ, നല്ല തണുപ്പായിട്ടില്ലേ. ഒന്നാമത് ബൈക്ക് മൈറ്റാണെന്ന് അറിയില്ല. എന്തായാലും നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ ചൂടത്തൊക്കെ നമ്മൾ ഊട്ടിക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും പറയും ഊട്ടിയിൽ നല്ല ചൂടാണ്. അതൊന്നും നല്ല മക്കൾ, നല്ല തണുപ്പായിട്ടില്ലേ. എന്താ പറയുക, നല്ല തണുപ്പാണ്. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ നേരത്തെയാണ്, ആ ഒരു കാരണമുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം, നല്ല തണുപ്പാണ്. ചുരത്തുമൊക്കെ എന്താ തണുപ്പ് അറിയാം. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വേറെ നമുക്ക് കോട്ടും കാര്യങ്ങളൊന്നും ഇഷ്ടമുണ്ടായില്ല. ആ ഒരു കാരണമുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത സ്പീഡ് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നല്ല മഞ്ഞുണ്ടാവുകൊണ്ടേ വേറെ രസമാണ്. ഈ മഞ്ഞ് കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ എന്തൊക്കെയോ സന്തോഷമാണ്. പ്രത്യേകിച്ച് ക്ലൈമറ്റൊക്കെ ആകുമ്പോൾ, നന്ന രാവിലെ ക്ലൈമറ്റൊക്കെ ആകുമ്പോൾ അപ്പോൾ പോയ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ പാസിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ പോണ പോക്കിലൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങളാരും ചോദിച്ചിട്ടില്ല. ഇത് വന്നിട്ടുണ്ടാവുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അവിടുന്ന് കഴിഞ്ഞ് കൂടലൂർ എത്താൻ നേരത്തെ ഞങ്ങൾ രാവിലെ അവിടുന്ന് ഒന്നും ചായ കുടിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എത്തിയപ്പോൾ ഒരു ചായ കുടിച്ചാൽ വേണ്ടിയാണ് വണ്ടി നിർത്തിയതാണ്. ഒരു ചെറിയൊരു പീടിയിൽ നല്ലൊരു ചായ ഉണ്ട്. അവിടുത്തെ ചായ പങ്കൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, നല്ല ചായ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയപ്പോൾ അതാണതാ, അവിടെ മാങ്ങ കച്ചവടം നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മാങ്ങക്ക് ഞങ്ങളോട് വില ചോദിച്ചത്, ഒരു മാങ്ങക്ക് 10 റുപ്യാണ്. ഒരു മാങ്ങക്ക് 10 റുപ്യ. നമ്മളെ നാട്ടിലത്തെ വലിയ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ ആവശ്യക്കാരില്ലല്ലോ. ചെറിയ കടികളുണ്ട്, ചെറിയൊരു പീടിയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം, അങ്ങനെ നിർത്തിയതാണ്. ഇതേനാലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ നാട്ടിൽ ചെന്നാൽ ആ നാട്ടിലത്തെ ഭക്ഷണം കഴിക്കണം. അല്ലാതെ ആ നാട്ടിൽ ചെന്നിട്ട് നമ്മൾ കേരളത്തെ ഫുഡ് നോക്കി നടക്കൽ അറിയില്ല. ഞാനത് ചെയ്യലില്ല. നമ്മൾ ആ നാട്ടിൽ ചെന്നാൽ ആ നാട്ടിൽ എന്താണോ സ്പെഷ്യൽ ഉള്ളത് ആ ഭക്ഷണം കഴിക്കുക. അതാണ് അതിൻ്റെ രസം. ഓല് ഞങ്ങൾ കുറേ ഏമിച്ചു, മാങ്ങ എടുത്തോളി, മറ്റെടുത്തോളി, മറിച്ചെടുത്തോളി എന്ന് പറഞ്ഞുണ്ട്. ഇതിപ്പോൾ ഈ പുഷ്പമേള നടക്കുന്നത് ബോട്ടാണിക് ഗാർഡനിലാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. ഒരാൾക്ക് അവിടെ 150 റുപ്യാണ് അതിൻ്റെ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് കൂട്ടിയതാണോ കുറഞ്ഞതാണോ അറിയില്ല. ഈ രാവിലെ 10 മണിക്ക് തന്നെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. 6:30 വരെയാണ് അവരുടെ ടൈം കാണിച്ചത്. മറ്റേ രാവിലെ 7 മുതൽ 7 മണി മുതൽ 6:30 വരാന്നൊക്കെ ഒരു പ്രത്യേകമായി ടൈം കണ്ടില്ല, ബോർഡ് പ്രത്യേകമായി കൊടുത്തിക്കണ്. പിന്നെ 150 റുപ്യാണ് സിംഗിൾ ടിക്കറ്റ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ബൈക്കുമായതുകൊണ്ട് തന്നെ എവിടെ ബ്ലോക്കിലൊന്നും പെട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ വേഗം പോന്നിക്കാണ്. എന്നാൽ തന്നെ ഞങ്ങൾ അവിടെ വരിക്ക് നിന്നിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിക്കണത്. ബോട്ടാണിക് ഗാർഡനിലാണ് ഈ പുഷ്പമേള നടക്കുന്നത്. ഞാൻ സത്യം പറയാൻ എന്താ പറയുക, ഞാൻ കുറേ വട്ടം പോയിക്കണമെങ്കിൽ ഇതുവരെ അറിയില്ല എങ്ങനെ ഇത് ഇവിടെ വെച്ചിട്ടാണ് നടക്കണമെന്നില്ലെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇവിടെ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. ഞാൻ അപ്പോൾ ഇവിടെ കാര്യമായിട്ട് കണ്ട വെറും പൂക്കൾ തന്നെ, വേറെ ഇപ്പോൾ എന്തത്തല്ല ഒന്നുമില്ല. വെറും പൂക്കളൊരു ലോകമുണ്ട്. പല വിധത്തിലും പല രൂപത്തിലും പല സൈസിലുള്ള കുറേ പൂക്കൾ.
ഇതിപ്പോൾ ഞങ്ങളതിലേ മറ്റേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല തെളിച്ചുണ്ടായിരുന്നു, വലിയ തിരക്കുമില്ല, അങ്ങനെ നടക്കണം. അതിൽ ചെറിയ മഴക്കാർ ഇങ്ങനെ മൂടിയോണ്ട് നിൽക്കുന്നുണ്ട്. മലയാളിക്കാർ ഒരുപാടൊന്നുമില്ല, എന്നാൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു, അത്രത്തേനുള്ളൂ. നമ്മൾ നാട്ടിലത്തെ ആൾക്കാരൊന്നും ആരും കാണുകയും ചെയ്തില്ല. പൂക്കൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക, രസമാണ് സംഭവം. വെറും പൂക്കളല്ലേ. പെട്ടെന്നല്ല മഴ ഒന്നായിട്ട് നല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒറ്റല് തുടങ്ങി, അതിലങ്ങനെ തുടങ്ങി മഴ, പിന്നെ അങ്ങനെ പെജ്ജൽ തുടങ്ങി, പിന്നെ കളി സംഭവം മാറൽ തുടങ്ങി. പിന്നെ എന്താ കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ കാര്യമായിട്ട് ഒരുപാട് കച്ചവടങ്ങളാണ്. തൊടാൻ കജൂല, അത് പൊന്നിൻ്റെ വിലയാണ്. എന്നാലും ഉറഞ്ഞിങ്ങനെ കുത്തിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ടു, വാങ്ങാൻ പൂതിയൊക്കെ ഉണ്ട്, പക്ഷെ താങ്ങൂല പറ്റില്ലേ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കർണാടക ഗാർഡനാണ്. എന്നാൽ സംഭവം ഉണ്ടല്ലേ, ഊട്ടിയിൽ എല്ലാ സ്ഥലത്തും മഴയല്ല സംഭവം. ഞാൻ കരുതിനും ഒക്കെ പാളിന്നില്ലേ, ഇവിടേക്ക് വലിയ ചെറിയ തെറ്റിട്ടുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഇതും ഇവിടെ തന്നെ കാര്യമായിട്ട് മറ്റേ ഇതന്നെ പൂക്കളുള്ളൂ. പക്ഷെ ഇവിടെ വല്ലാതെ പൂക്കളെ കാണാനില്ല. മറ്റേ ബുഷ് കൊണ്ടിൻ്റെ ചെറിയ ഇതും കാര്യങ്ങളുള്ളൂ. ഞാൻ ബാക്കിയിൽ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ കർണാടക ഗാർഡനിൽ കാര്യമായിട്ട് ബുഷ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസുകളാണ്. അവിടുത്തെ മതിലുകൾ ബുഷാണ്, അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. രസമാണ് സംഭവം. നമ്മൾ മൈസൂരത്തെ ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ രസമാണ്. സംഭവം രസമായിട്ടില്ലേ, കർണാടക ഗാർഡൻ രസമാണ്. ഊട്ടിക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കുട കരുതുക, അല്ലെങ്കിൽ ഒരു റെയിൻ കോട്ട് കരുതുക, അല്ലെങ്കിൽ അതേമാതിരി കോറി പിടിച്ച് മറ്റേ വളർത്തിച്ചാൽ കോഴിക്കള മാതിരി നിൽക്കേണ്ടത്. കാണിച്ചു കൊടുത്താൽ ആ മഴ കാണിച്ചു കൊടുത്താൽ അപ്പുറം കാണിച്ചു കൊടുക്കും ഈ ആൾക്കാർ നിൽക്കുന്നത്. എല്ലാവരും കുട കരുതുക, ആ കുട കരുതിയില്ലെങ്കിൽ പരിപാടി നടക്കൂലട്ടില്ല. അത് അങ്ങനെ അങ്ങനെ നിൽക്കേണ്ടി വരും. ഊട്ടിക്ക് ടൂറ് പോരുന്നാലേ നിർബന്ധമായിട്ട് ഒരു കുട കണ്ടെത്തുക, അല്ലെങ്കിൽ കണ്ടില്ല ഈ ഒരു മരത്തിന്റെ പറ്റിലും ഈ കോടിയിലൊക്കെ നിൽക്കേണ്ടി വരും. ഒന്നെങ്കിൽ റെയിൻകോട്ട് നല്ല ഫുള്ള് മറയിലെ റെയിൻകോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ കുട കൈ പിടിച്ചത്. അതിപ്പോൾ കുട ആരുതാണ്, ഒരു കുട കിട്ടിയപ്പോൾ ഇങ്ങനെ നിന്നാണ് ഒക്കെ ഓരോ പറ്റിലാണ്. അല്ലെങ്കിൽ മഴ ചോർന്നിട്ട് പിന്നെ ആക്കാൻ പോലെ അർജന്റ് കിട്ടിയാണ് വരണ്ട. ഇവിടെ ചീഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മഴ. അത് കാണിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ റോസ് ഗാർഡനിൽ പോയി. റോസ് ഗാർഡനിലും ഈ കർണാടക ഗാർഡനിലും ഞാൻ അതിന് മുന്നേ പോയിട്ടില്ല. അവിടെയും കാര്യമായിട്ട് തന്നെയാണ്, പൂക്കളെ കാര്യം തന്നെ. പക്ഷെ അവിടെ വേറൊരു വൈബാണ്. എന്താ വെച്ചാൽ നമ്മൾ മൈസൂരത്തൊക്കെ ഇതുണ്ടല്ലോ, അതേപോലത്തെ എന്താണ് വെള്ളം കൊണ്ടൊരു കളി ഉണ്ടല്ലോ, അങ്ങനത്തെ ഇത് അതിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ട് നിൽക്കണുള്ളൂ. പക്ഷേ ഇരിക്കാനും കുട്ടികളായിട്ടൊക്കെ പോയി നിൽക്കാനൊക്കെ നല്ല നല്ല എന്താ പറയുക, നല്ല രസമാണ്, നല്ല സ്ഥലം. ചെറിയ അവിടെ ഉണ്ടായിരുന്നു ചെറിയ ചീറ്റിനുമായ, പക്ഷെ എന്നാലും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. സംഭവം രസമാണ്, നല്ല ഒഴിഞ്ഞു കുത്തിരിക്കാൻ നല്ല വൈബാണ്. എന്തത് വില? കിലോ 60 രൂപ. ഏത് ബീട്രൂട്ട്, ക്യാരറ്റും? അത് 3 കിലോ. അപ്പോൾ 5 കിലോ 45 രൂപ. മൂന്ന് ಹೋದೇನು ಮಾರಿ ಒಣ್ಣಾಗದೆ ಸಂಜೆ ಅಲ್ಲ ಇದು ಒಣ್ಣೆ ವೈಕಿರಲಿಲ್ಲ ಹಿಂಗೆ ಇದು ಕಟ್ಟಿದ್ದೆ ಪಾಯಿಂಟ್ ಅಂತ അതായിരുന്നു തൊട്ടിത്തില്ല. എത്ര വില പറഞ്ഞു? 60 രൂപ കിലോന്. 60 അതോ? ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ട്. തേങ്ങ ഇങ്ങനെ കണ്ടപ്പോൾ ഓർഡർ നിർത്തിയതാണ്. അപ്പോൾ കിലോ 700 രൂപ വില വരുന്നത് പോലെ അതിൻ്റെ കാണാൻ വേണ്ടിയാണ് നിർത്തിയതാണ്. എന്താ ഒരു വൃത്തികേടൊക്കെ ഉണ്ട്, കണ്ടിട്ട് നമുക്ക് വാങ്ങാൻ തോന്നുന്നില്ല. നമ്മൾ വാങ്ങാൻ വേണ്ടി നിർത്തിയതല്ല, കണ്ടപ്പോൾ അത് നിർത്തിയതാണ്. ഇച്ചിരി പഞ്ചസാരൻ്റെ രുചി പോലെയൊക്കെ എനിക്ക് തോന്നിയത്.
പിന്നെ ഞങ്ങൾ നിർത്തിയിട്ട് പിന്നെ രണ്ടാൾക്കാർ വന്നിട്ട് ഒരാൾ ഒരു കുപ്പി വാങ്ങി, ഒരാൾ 2 കുപ്പി വാങ്ങി. അങ്ങനെ അവിടെ പേയ്ക്കാണ്ട് ഇങ്ങനെ നിന്നീന് 2-3 ആൾക്കാർ. ഞങ്ങൾ പിന്നെ വേഗം പോന്നു. ഞങ്ങൾ പിന്നെ വേഗം നാട്ടിലേക്ക് പോരുകയാണ്. എന്താ വെച്ചാൽ മഴ ഇനി അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം 9:30 മണിയായി. ഇപ്പോൾ ഞങ്ങളിവിടെ കടയിലേക്ക് എത്തി. പാല് വാങ്ങി, കട നാളെ തുറക്കണമെങ്കിൽ പാല് വേണം. പാല് വാങ്ങി വന്നുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി രാവിലെ തുറക്കണം. ഇപ്പോൾ അടുത്ത പരിപാടി നോക്കട്ടെ, ജീവിതമാർഗം.